മാർഷൽ വി സെബാസ്റ്റ്യനാണ് മുണ്ടക്കൈ ടോപ്പിൽ നിന്നും ഇപ്പോൾ വിവരങ്ങൾ നൽകുന്നത്. അല്പസമയത്തിനകം തന്നെ ടെറിട്ടോറിയൽ ആർമി ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ അങ്ങോട്ടേക്ക് എത്തും. നമ്മുടെ സൈനികരുടെ സേനയുടെ ഒരു സമാന്തര സേന എന്ന് വേണം പറയാൻ. ടെറിട്ടോറിയൽ ആർമിയെ പരിശീലനം നൽകിയ ഒരു സമാന്തര സേന. അടിയന്തര ഘട്ടങ്ങളിൽ അവരുടെ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഒപ്പം ഇതുപോലെ പ്രശസ്ത വ്യക്തികൾക്ക് ഓണററി പദവിയായി ലഫ്റ്റനന്റ് കേണൽ പദവി നൽകാറുണ്ട്. അങ്ങനെ ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച മോഹൻലാലാണ് ഇപ്പോൾ സൈന്യത്തിനൊപ്പം ചേരുന്നത്. സൈനിക വേഷത്തിലാണ് അദ്ദേഹം. ഈ സൈനികർക്ക് മനോബലം നൽകുന്നതിൽ, അവർക്ക് കൂടുതൽ പ്രചോദനം കൊടുക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കാൻ തീർച്ചയായും മോഹൻലാലിന്റെ വരവ് സഹായിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം ഇന്ന് മേപ്പാടിയിലെ താൽക്കാലിക സൈനിക ക്യാമ്പിൽ എത്തിയ ശേഷം തുടർന്ന് സൈനിക വാഹനത്തിൽ, സൈനിക വേഷത്തിൽ ഈ പ്രദേശങ്ങളിലേക്ക് എത്തുന്നത്. മാർഷലോട് ഇന്നും തുടരുന്നുണ്ട്. മാർഷൽ പറയൂ, മോഹൻലാൽ അങ്ങോട്ടേക്ക് എത്തിയോ? ഇനിയും ഒരു 2 കിലോമീറ്റർ കൂടെയുണ്ട് ടോപ്പിലേക്ക് എത്തുവാൻ വേണ്ടി. മോഹൻലാലിന്റെ വാഹനം അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങോട്ട് എത്തുന്നുണ്ട്. മിലിറ്ററി ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ കാത്തിരിക്കുന്നു. ഒപ്പം തന്നെ ജനതാ പ്രവർത്തകർക്കും ആവേശം നൽകാൻ വേണ്ടിയാണ് മോഹൻലാൽ എത്തുന്നത്. അതോടൊപ്പം നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യം, ഈ ജനതയ്ക്ക്, ഈ ദുരന്തത്തിൽ അകപ്പെട്ടു പോയ ജനതയുടെ ബന്ധുക്കൾക്ക്, അതോടൊപ്പം അവർക്കെല്ലാവർക്കും ഒരു ആശ്വാസമാകാനും അവർക്കെല്ലാം പിന്തുണ പ്രഖ്യാപിക്കാനും, മലയാളികളുടെ മാത്രമല്ല ലോകമെങ്ങുമുള്ളവരുടെ ഒരു പിന്തുണ ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള ഇത്തരം പരിശ്രമത്തിന്റെ ഭാഗകൂടിയാണ് മോഹൻലാലിനെ പോലെയുള്ള ഒരു താരം എത്തുന്നത്. അദ്ദേഹം ടെറിട്ടോറിയൽ ആർമിയിലെ ലഫ്റ്റനന്റ് കേണൽ ആയതുകൊണ്ട് തന്നെ തന്റെ കർത്തവ്യം എന്ന രീതിയിലേക്ക് അദ്ദേഹം കൂടെ എത്തുന്നു. ആർമിയാണ് പ്രധാനമായും രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആർമിയിലുള്ളവർക്കും ഒരു ആവേശം നൽകാൻ വേണ്ടിയാണ് മോഹൻലാൽ എത്തുന്നത്. അദ്ദേഹത്തിന്റെ സന്ദർശനം ഇവിടെ നിന്ന് ഈ മുണ്ടക്കൈ ടോപ്പിലെത്തിയതിനു ശേഷം അദ്ദേഹം പുഞ്ചിരിമട്ടം എന്ന സ്ഥലത്തേക്കും പോകുമെന്നാണ് അറിയുന്നത്. അതായത് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലവും അതിന്റെ കെടുതികൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടുള്ള എല്ലാ പ്രദേശങ്ങളിലും വെച്ചും എന്നാണ് അദ്ദേഹത്തോട് അദ്ദേഹത്തിലുള്ള കേന്ദ്രങ്ങൾ നമുക്ക് നൽകുന്ന വിവരം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സന്ദർശനം കൂടുതൽ ആവേശം ഇവിടെ ഉണ്ടാകും. കഴിഞ്ഞ 5 ദിവസമായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആർമിക്കും ഒപ്പം സന്നദ്ധ പ്രവർത്തകർക്കും എല്ലാം തന്നെ വളരെ സന്തോഷകരമായ കാര്യമാണ് മോഹൻലാലിനെ പോലെ താരം പിന്തുണയുമായി എത്തുന്നത്. ആ ഒരു ആവേശം എല്ലാവരിലും ഉണ്ടാകും എന്നുള്ളതാണ് മോഹൻലാലിന്റെ സന്ദർശനം കൊണ്ട് പ്രധാനമായും സംഭവിക്കുന്നത്. ഇനി മാത്രമല്ല, ഈ കൂടുതൽ പേർ പരിശോധനകൾക്ക് വേണ്ടി ഈ നാടുകളിലേക്ക് എത്തുന്നത്, അതായത് വോളണ്ടിയർമാരായുള്ളവർ സന്നദ്ധത്തെ അറിയിച്ചെത്തുന്നത് നമ്മുടെ പരിശോധനകൾ വളരെ എളുപ്പമാക്കും. പ്രത്യേകിച്ച് വേലിപ്പാലം പൂർണ്ണമായതോടുകൂടി വാഹനങ്ങൾ കടന്നു വരുന്നതോടുകൂടി തന്നെ ഈ മുണ്ടക്കൈ പരിസര പ്രദേശങ്ങളെല്ലാം തന്നെ അരിച്ചു തെറുക്കുവാനും എന്തെങ്കിലും അവശേഷിപ്പുകളുണ്ടെങ്കിൽ അവ കണ്ടെത്തുവാനും സന്നദ്ധയുടെ ഒരു സേവനം ആവശ്യമാണ്. അത്തരം സേവനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ നാട്ടിലേക്ക് എത്തുവാൻ വരും. കാരണം ദുഷ്കരമാണ് ഇവിടുത്തെ കാര്യം. ചതുപ്പും പാറയും നിറഞ്ഞിട്ടുള്ള ഒരു പ്രദേശത്ത് പരിശോധന എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. വളരെ ദുഷ്കരമായ ഒരു അവസ്ഥയാണുള്ളത്. ആ ദുഷ്കരമായ അവസ്ഥയിൽ ഇതിനോട് സൈന്യത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി സന്നദ്ധർ എത്തുന്നത് ആവേശകരമാണ്. അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് പരിശോധനകൾ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എല്ലാ കെട്ടിടങ്ങളും അതിന്റെ കെട്ടിട അവശിഷ്ടങ്ങളും അതോടൊപ്പം തന്നെ ചതുപ്പും എല്ലാം അരിച്ചു തെറിക്കുള്ള മാർഷൽ അല്പസമയത്തിനകം തന്നെ മോഹൻലാൽ ടെറിട്ടോറിയൽ ആർമി ലഫ്റ്റനന്റ് കേണലായ മോഹൻലാൽ അവിടേക്ക് എത്തുമെന്നാണ് കരുതുന്നത്.